എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല. എന്നിട്ട് വീട്ടിൽ പറഞ്ഞാൽ പിന്നെ എന്നെ സിനിമയ്ക്ക് വിടത്തില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കൊച്ചു കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്, അപ്പോൾ അവർക്ക് എഫക്റ്റ് അത് അവരെ ഓർത്ത് മാത്രമാണ് ഞാനിതൊക്കെ ഒളിച്ചെന്നല്ല സപ്രസ് ചെയ്ത് വെച്ചത്. കാരണം അവരെ കുട്ടികളെ സ്കൂളിൽ ലെവലിൽ കളിയാക്കത്തില്ല എങ്ങനെയൊക്കെ പറയുമ്പോൾ, അതുകൊണ്ട് ഞാനത് മുണ്ടിയില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് ചെന്നൈയിലോട്ട് പോയി. തീർച്ചയായിട്ടും. കാരണം അന്നെന്ന് വെച്ചാൽ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു, നിയമമായാലും പൊളിറ്റീഷ്യനായിട്ടും പൊളിറ്റിക്കൽ പരമായിട്ടും. ഇന്ന് കാലം മാറി. ഇന്ന് ജനങ്ങൾ നീതിയോടൊപ്പമാണ്. ജനങ്ങളെല്ലാം അറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതുപോലെ ഒരു പെൺകുട്ടികൾക്ക് നാളത്തെ പെൺകുട്ടികൾക്ക് അവർ സുരക്ഷിതരായിരിക്കണം എവിടെയായിരുന്നു. കാരണം എനിക്കും എൻ്റെ ഒരു മോള്. അതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ തീർച്ചയായിട്ടും വളരെ വളരെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് ഞാനിതിൽ ആക്ഷനല്ല പരാതിപ്പെടാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഫിസിക്കൽ ഭയങ്കര മെൻ്റൽ ടോർച്ചറായിരുന്നു. പുള്ളിക്കാരൻ്റെ കൂടെ ബെഡ് ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഡേ തടിയാന്ന് സെറ്റിൽ വെച്ചിട്ട് പുള്ളിക്കാരൻ്റെ റൂം വൈറ്റ് ഫോർട്ടിലായിരുന്നു. അപ്പം എനിക്ക് ഫോർട്ട് കൊച്ചിയിലായിരുന്നു. അപ്പം മിനു ഫോർട്ട് കൊച്ചിയിലാണെന്നുണ്ട് പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡക്ഷൻ കൺട്രോളറിനെ കൊണ്ട് പുള്ളി അവിടെ റൂം ഇടിപ്പിച്ചു എൻ്റെ അടുത്ത് തന്നെ. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇന്ന് രാത്രി വരും മിനു ഡോറ് തുറന്നിട്ടേക്കണം. ഞാൻ പറഞ്ഞു നോ ഇല്ല പറ്റില്ല, അയ്യോ ഒന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇല്ല ഞാൻ തുറന്നിട്ടേക്കണം വളരെ ആധികാരികമായിട്ട് പറഞ്ഞു. ഈ പുള്ളി ഇതിൻ്റെ വൈസ് പ്രസിഡൻ്റാണോ ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ആരാ ഇതൊന്നും ഈ അമ്മയുടെ കമ്മിറ്റി മെമ്പേഴ്സാണെന്ന് പോലും എനിക്കറിയില്ല. അപ്പം ഞാൻ എന്നിട്ട് ഐ ഡിഡ്ന്റ് മൈൻഡ് അറ്റ് ഓൾ. ഞാൻ അവിടെ പോയപ്പോഴത്തേക്കും ഫോൺ അങ്ങ് സൈലൻ്റ് ആക്കി വെച്ചു. എൻ്റെ ഫോൺ അതായാലും വിളിക്കുള്ളൂ. ഫോൺ സൈലൻറ്റ്. ഞാനവിടെ കിടന്നുറങ്ങി. ഇപ്പോഴത്തേക്കും കഥകെ വന്ന് മുട്ടി. ഞാൻ തുറന്നില്ല. ആരാ മുട്ടിയെന്നൊന്നും എനിക്കറിയില്ല. മുട്ടുന്നുണ്ടായിരുന്നു. ഞാൻ തുറന്നില്ല. അവിടെ കിടന്നുറങ്ങി. അപ്പോൾ പിന്നെ ലാൻഡ് ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ വയറ് ഊരിട്ടു ലാൻഡ് ഫോണിൻ്റെ. അപ്പോൾ തിരിച്ച് പിറ്റേ ദിവസം ഞാൻ ലൊക്കേഷൻ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനോട് ഭയങ്കര ദേഷ്യം, അൺനെസസറി ആയിട്ടുള്ള എന്തിനൊക്കെയോ കാര്യമില്ലാതെ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടുത്തേക്ക് ഗായത്രി വാസ് സിറ്റിംഗ് നിയർ മീ. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു എന്താ രാജേട്ടൻ ഇത്ര വലിയ ദേഷ്യം മിനുവിനോട്. അപ്പോൾ ഞാൻ ഗായത്രിയോട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞു. ദിസ് ഈസ് ദ റീസൺ. അവസരങ്ങൾ ഞങ്ങളെപ്പോലുള്ള പെണ്ണുങ്ങൾക്ക് നഷ്ടപ്പെടുന്നില്ലല്ലോ. ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവസരങ്ങൾ കൂടി നമ്മുടെ പുറകെയുണ്ട്. അപ്പോൾ അത് പറയുന്നതിൽ പ്രസക്തമില്ല. അവസരങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണെന്നല്ല, ഒരിക്കലുമല്ല. എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ബെഡ് ഷെയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയെ ഞങ്ങൾക്ക് അഭിനയിക്കണ്ട. അത് അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരാൾ. അപ്പം കുട്ടിക്കാനത്ത് ഒരു സിനിമ, എൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അപ്പം ഞാൻ അതിനകത്ത് കോ പ്രൊഡ്യൂസറായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ പ്രീ പ്രൊഡക്ഷന് വേണ്ടി എൻ്റെ വണ്ടിയും കൂടി ഞാൻ ലൊക്കേഷൻ കാണാൻ പോവുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് ഞാൻ എഫേർട്ടൊക്കെ എടുത്തു. അതിനുശേഷം 2-3 സിനിമ, അതിനകത്ത് കലാഭവൻ മണിയുടെ വൈഫായിട്ടായിരുന്നു. 2-3 ദിവസം ഞാൻ അവിടെ അഭിനയിക്കുകയും ചെയ്തു. തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ പറഞ്ഞു മിനു നമുക്ക് ബോൾഗാട്ടിയിലൊരു ലൊക്കേഷൻ കാണാൻ പോകണമെന്ന് വരണമെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഓടി പോവുകയും ചെയ്തു പുള്ളിക്കാരൻ്റെ കൂടെ. അവിടെ ചെന്നപ്പോഴത്തേക്ക് ഏതോ ഒരു റിസോർട്ടിലോട്ട് ഇങ്ങനെയൊക്കെ കൊണ്ട് കയറ്റിക്കൊണ്ട് ഇപ്പോൾ ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഈ അഡ്വക്കേറ്റ് അപ്രത്യക്ഷമായി. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് നേരം ഉച്ച കഴിഞ്ഞ് 3 മണി അങ്ങണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു അതേ കുട്ടികൾ വരാൻ സമയമായി സ്കൂളിൽ നിന്ന്, അപ്പോൾ ഞാനെന്നാൽ ഇറങ്ങിക്കോട്ടെ. അങ്ങനെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ വന്നതല്ലോ എന്നുകൊണ്ട് പുള്ളിക്കാരൻ കയറി എന്നെ കടന്നു പിടിച്ചു. അങ്ങനെ എണീറ്റ് വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോൾ ഞാൻ പുറകോട്ട് എന്നാ ഇല്ല ഇതെന്താ അല്ല പറഞ്ഞില്ലേ പുള്ളിക്കാരൻ പറഞ്ഞു എന്ത്. ഞാൻ പറഞ്ഞു ഞാൻ ലൊക്കേഷൻ നോക്കാൻ വന്നതാണ്, ഞാൻ അല്ല വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ പുള്ളിക്കാരനും പെട്ടെന്ന് സോറി പറഞ്ഞു. പക്ഷേ എന്നെ കൊണ്ട് കൂട്ടിക്കൊടുത്തതായിരുന്നു ഈ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ.